ക്രിപ്റ്റോ ട്രേഡേഴ്സിന് ഇപ്പോൾ ഡേ ട്രേഡേഴ്സ് ആയാലും സ്വിംഗ് ട്രേഡേഴ്സ് ആയാലും ഒരു പൊസിഷണൽ ട്രേഡർ ആയാലും അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളായാൽ പോലും ഇവർക്കെല്ലാം ഉപയോഗപ്പെടുന്ന അല്ലെങ്കിൽ ഇവരെല്ലാം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്രിപ്റ്റോ സ്പേസിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഡേ ട്രേഡേഴ്സിനേക്കാളും കൂടുതലായിട്ട് സ്വിംഗ് ട്രേഡേഴ്സിനും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനുമാണ് ഈ ഒരു കാര്യങ്ങൾ, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി അപ്ഡേറ്റുകൾ ഉപകാരപ്പെടുന്നത്. സോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നതും ലേറ്റസ്റ്റ് ആയിട്ട് ക്രിപ്റ്റോ സ്പേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനും അതുപോലെ തന്നെ ഒരു സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും എല്ലാം കാണിച്ചു തരാനായിട്ട് ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അധികം സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. നമുക്കറിയാം ക്രിപ്റ്റോ സ്പേസിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ക്രിപ്റ്റോ കറൻസി അഡോപ്ഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പുതിയ കമ്പനികൾ ക്രിപ്റ്റോ സ്പേസിലേക്ക്, ഏറ്റവും കൂടുതലായിട്ട് മെറ്റാവേഴ്സിലേക്കും Web3യിലേക്കും ഒക്കെ ഒരുപാട് കമ്പനികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർബക്സ് വിൽ എൻ്റർ ദ മെറ്റാവേഴ്സ് ബിസിനസ് ഇൻ 2022. സ്റ്റാർബക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു കഫേ കമ്പനിയാണ്. അവർ മെറ്റാവേഴ്സിലേക്ക് 2022 അവസാനത്തോട് കൂടിയിട്ട് എൻ്റർ ചെയ്യും എന്നുള്ള വാർത്തകളാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. സ്റ്റാർബക്സ് മാത്രമല്ല, വേറെയും ഒരുപാട് കമ്പനികൾ മെറ്റാവേഴ്സിലേക്ക് എൻ്റർ ചെയ്യുമെന്ന് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സ്റ്റാർബക്സും ഈ രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മെറ്റാവേഴ്സ് പ്രോജക്റ്റുകളിൽ നിലവിൽ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വർഷം അവസാനമാകുമ്പോഴേക്കും വളരെ ഗംഭീരമായിട്ടുള്ള ഗ്രോത്ത് ഒക്കെ നമുക്ക് മെറ്റാവേഴ്സ് പ്രോജക്റ്റുകളിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുത്താൽ മതി. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത്, ദ ഫിലിപ്പീൻസ് ടോപ്പ് പേയ്മെൻറ്റ് പ്രൊവൈഡർ ആഡ്സ് ക്രിപ്റ്റോ ടു ഇറ്റ്സ് മൊബൈൽ ആപ്പ്. ഫിലിപ്പീൻസിലെ ടോപ്പ് പേയ്മെൻറ്റ് പ്രൊവൈഡർ ആയിട്ടുള്ള പേമായ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ക്രിപ്റ്റോ കറൻസി, നമുക്കല്ല ഫിലിപ്പീനിലുള്ള ആളുകൾക്ക് ക്രിപ്റ്റോ കറൻസി കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ സാധിക്കും. ക്രിപ്റ്റോ കറൻസി പേയ്മെൻറ്റ്സ് നടത്താനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് അടുത്തതായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. പേപ്പാലിൻ്റെ അതേ ഒരു വഴി തന്നെയാണ് ഇവരും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് പേപ്പാൽ നമുക്കറിയാം, പേപ്പാലിൽ ക്രിപ്റ്റോ കറൻസി പേയ്മെൻറ്റ്സ് എല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ പേമായ എന്ന് പറയുന്ന ഈ ഒരു പേയ്മെൻറ്റ് പ്രൊവൈഡറും അവരുടെ ആപ്ലിക്കേഷനിൽ ക്രിപ്റ്റോ കറൻസി പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ്. മാത്രമല്ല വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് പേമായയിൽ അവർ ക്രിപ്റ്റോ കറൻസി പേയ്മെൻറ്റ്സിനായിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ ആളുകൾക്ക് ക്രിപ്റ്റോ കറൻസി പേയ്മെൻറ്റ്സിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് സഹായിക്കുന്ന രീതിയിലാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും ഒരുപാട് പുതിയ ആളുകൾ ക്രിപ്റ്റോ സ്പേസിലേക്ക് വരാനായിട്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പേയ്മെൻറ്റ് പ്രൊവൈഡേഴ്സ് ക്രിപ്റ്റോ കറൻസി പേയ്മെൻറ്റ്സ് എല്ലാം അവരുടെ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിൽ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും പുതിയ ആളുകൾ അതിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്, ക്രിപ്റ്റോ സ്പേസിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ആ ഒരു വളരെ വലിയൊരു സ്പേസ് തന്നെ കൂടുതലായിട്ട് വളരാനായിട്ട് ചാൻസ് ഉള്ള കാര്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ദ LFG ടു അക്വയർ $100 million ഇൻ വാക്സ് ടു ബിൽഡ് റിസർവ്സ്. നമുക്കറിയാം ലൂണ ഫൗണ്ടേഷൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബിറ്റ്കോയിൻ ഒക്കെ അവരുടെ റിസർവിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു അവലാഞ്ചയിൽ ഒരു $100 million അവലാഞ്ച് അവരുടെ റിസർവ്സിലേക്ക്, അവരുടെ സ്റ്റേബിൾ കോയിൻ USD എന്ന് പറയുന്ന ലൂണയുടെ സ്റ്റേബിൾ കോയിൻ്റെ ആ ഒരു റിസർവിലേക്ക് വേണ്ടിയിട്ട് അവർ $100 million വില വരുന്ന അവലാഞ്ച് അവർ ബൈ ചെയ്തിരിക്കുകയാണ്. സോ ഇതിൻ്റെ ഒരു ഇമ്പാക്ട് നമുക്ക് തീർച്ചയായിട്ടും അവലാഞ്ച് എന്ന് പറയുന്ന ടോക്കണിലും അതുപോലെ തന്നെ ലൂണ എന്ന് പറയുന്ന ടോക്കണിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ലൂണ തീർച്ചയായിട്ടും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തി വിശ്രമിച്ചിരിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ നമുക്ക് ഉടനെ തന്നെ ലൂണയിൽ കാണാനായിട്ട് സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. അവലാഞ്ചയും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് അവലാഞ്ചയിലും പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം രണ്ട് പ്രൊജക്റ്റുകളും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരുപാട് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രൊജക്റ്റുകളാണ്. സോ തീർച്ചയായിട്ടും വളരെ ഗംഭീരമായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് വളരെ നല്ല ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി, വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ രണ്ട് കോയിൻസിലും കാണാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് HBRനെ പറ്റിയിട്ടാണ്. HBR ഫൗണ്ടേഷൻ ലോഞ്ചസ് $250 million മെറ്റാവേഴ്സ് ഫണ്ട് ടു എൻഹാൻസ് കൺസ്യൂമർ ബ്രാൻഡ് അഡോപ്ഷൻ. HBRനെ പറ്റിയിട്ട് ഒരുപാട് പേര് നമ്മുടെ കമൻസിൽ ചോദിക്കാറുണ്ട്, HBRന് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ HBRനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്യോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്കറിയാം HBR എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോയിൻ തന്നെയാണ്. വളരെ ചെറിയ ഒരു പ്രൈസിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുന്ന ഒരു കോയിൻ തന്നെയാണ്. ഒരുപാട് പേര് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയാം. HBR എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്റ്റ് വന്നതിന് ശേഷം ഏറ്റവും വലിയ ഒരു ഫണ്ടിങ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. $250 million ഒരു മെറ്റാവേഴ്സ് ഫണ്ടാണ്. അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഫണ്ടിങ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. സോ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് തീർച്ചയായിട്ടും HBRന്റെ ടോക്കണിൽ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്.
എന്താണ് ഇവരുടെ ഈ ഒരു ഫണ്ട് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോക്കണൈസ്ഡ് Web3 ആപ്ലിക്കേഷൻ്റെ ഒരു ബ്രാൻഡ് അഡോപ്ഷൻ ആണ് ഇവർ ഈ ഒരു $250 മില്യൺ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർ ലക്ഷ്യം വെക്കുന്നത്. സോ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകളും Web3 പ്രൊജക്റ്റുകളിലുമാണ് നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാലം ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരാനായിട്ട് പോകുന്നത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പുതിയ പുതിയ കമ്പനികൾ, വലിയ വലിയ ബ്രാൻഡുകൾ മെറ്റാവേഴ്സിലേക്കും Web3യിലേക്കും ഒക്കെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് ന്യൂസുകൾ നമ്മൾ തന്നെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ള പോലെ തന്നെ മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകളിലും Web3 പ്രൊജക്റ്റുകളിലും നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുവരെ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസും റിസർച്ചും ഒക്കെ നടത്താം. ഏറ്റവും നല്ല മെറ്റാവേഴ്സ് പ്രൊജക്റ്റുകളും ഏറ്റവും നല്ല Web3 പ്രൊജക്റ്റുകളും കണ്ടുപിടിച്ച് അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ടുള്ള റിട്ടേൺ തരാനായിട്ട് സഹായിക്കുന്നതാണ്. Web3 പ്രൊജക്റ്റുകളെ പറ്റിയിട്ടൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം, ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ യാതൊരു തരത്തിലുള്ള ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുത്താൽ മതി. ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുത്താൽ മതി. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്രിപ്റ്റോ കറൻസി അപ്ഡേറ്റുകളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. തീരുമാനം 100% നിങ്ങളുടേത് മാത്രമാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.